ഫാദർ നോബിൾ തോമസ്, ഈ പിതാവിൻ്റെ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട പരാമർശമാണല്ലോ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന പദം മാർ ജോസഫ് കലറങ്ങാട്ടിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെതായിട്ടുള്ള ഒരു പുതിയ ഭാഷ്യമാണോ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന ഈ പദം? നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ഒരുപക്ഷെ കേരളം ഇത്രയും വ്യാപകമായ തോതിൽ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കാം. ചലച്ചിത്രങ്ങളിലൊക്കെ നമ്മളിങ്ങനെ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ, കൊള്ള സംഘങ്ങളെ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ഇതിനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 2 ദശകങ്ങളായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മയക്കുമരുന്നുമായി അമേരിക്കയിലെത്തി പിടിയിലാക്കപ്പെട്ട ഒരു ഭീകരപ്രവർത്തകനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന്, തീർച്ചയായും നമുക്കറിയാം, ഇസ്ലാമിക വിശ്വാസികൾക്ക്, മുസ്ലിം മതവിശ്വാസികൾക്ക് ലഹരി എന്ന് പറയുന്നത് ഹറാമാണ്, അവർക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഹറാമായ ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലാണ്, മുസ്ലിങ്ങൾ കൂടുതലായി അധിവസിക്കുന്ന രാജ്യങ്ങളിലാണ്, അല്ലെങ്കിൽ തീവ്രവാദികളായ മുസ്ലിമുകൾ ഭരിക്കുന്ന നാടുകളിലാണ്. അഫ്ഗാനിസ്ഥാൻ ഒപ്പിയം കൃഷി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നാടാണ്. അഫ്ഗാൻ തീവ്രവാദികൾക്ക് $2.5 മില്യൺ എനിക്ക് തോന്നുന്നു ഒരു വർഷം അവരുടെ ആദായമായിട്ട് ഇതിൽ നിന്ന്, ഈ ഒപ്പിയം ബിസിനസ്സിൽ നിന്ന് അവർക്ക് ലഭ്യമാകുന്നത്. അപ്പൊ ഈ സ്വാഭാവികമായ ഒരു ചോദ്യം വരും, ലഹരിയും ലഹരി വസ്തുക്കളും ഹറാമായിരിക്കുന്ന ഇസ്ലാമിക, അതും തീവ്ര മതവിശ്വാസികളായ ഈ ഭീകരർ എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ അറസ്റ്റിലായ, അമേരിക്കയിൽ ഇത്തരത്തിൽ ഒപ്പിയവുമായി അറസ്റ്റിലായ ഒരു ഭീകരപ്രവർത്തകന്റെ മറുപടിയാണ്, അദ്ദേഹത്തിന്റെ ഉത്തരത്തിൽ നിന്നാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ആശയം, ഇങ്ങനെ ഒരു ജിഹാദ് ഇവിടെ നടക്കുന്നുണ്ട്. അതായത് മയക്കുമരുന്ന് കൊടുക്കുന്നു, ആ മയക്കുമരുന്ന് നൽകി ഇതര മതസ്ഥരായ അമുസ്ലിമുകളായ കാഫിറുകളുടെ അവരുടെ ബോധവും അവരുടെ മാനസിക സ്ഥിരതയും അവരുടെ സാമ്പത്തികവും അപഹരിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ. ഇത് നമ്മളാരും ആരോപിച്ചുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളാരും ഇങ്ങനെ ഭാവനയിൽ നിന്ന് മെനഞ്ഞെടുക്കുന്ന ഒരു കഥയൊന്നുമല്ല. ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തീവ്രവാദികൾ തന്നെ അവരുടെ തന്നെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ആശയങ്ങളാണ്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തെളിവുകൾ, പുസ്തകങ്ങൾ പോലും ഈ നാർക്കോട്ടിക് ജിഹാദിനെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്, ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡാറ്റ വെച്ചുകൊണ്ടുള്ള അനാലിസിസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നാർക്കോട്ടിക് ജിഹാദ്, ഇത്തരത്തിൽ നടക്കുന്ന മതം മാറ്റവും മതപ്രചരണവും എല്ലാം ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയും. അപ്പോഴാണ് ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം പുറമെ നിലനിൽക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് ഈ സമീപ നാളുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇത് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പല സ്ഥലങ്ങളിൽ വെച്ച് മലയാളികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കേരളത്തിൽ തന്നെ പലയിടങ്ങളിൽ കഞ്ചാവും ഹാഷിഷും അതുപോലുള്ള നിരവധി ലഹരി മരുന്നുകളുമായി യുവാക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഹോട്ടലുകളിൽ, നിശാ പാർട്ടികളിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിൽ ഭൂരിപക്ഷവും ഒരു പ്രത്യേക സമുദായക്കാരാണ്. ഇത് നമ്മൾ ആരും ആരോപിക്കുന്നതല്ലല്ലോ, അത് ആ പ്രത്യേക സമുദായക്കാരാണ് എന്നുള്ളത് വാർത്തകളിൽ നിന്ന് വ്യക്തമാണല്ലോ. ഈ വാർത്തകൾ എടുത്ത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലെ ആളുകളെ ഒന്ന് തെരഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ യാഥാർത്ഥ്യമായിട്ട് ഈ ഡ്രഗ് പെഡ്ലിംഗ് നിലനിൽക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്ന്, ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ അമുസ്ലിമുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി മയക്കുമരുന്ന് വ്യവസായം തഴയ്ക്കുന്നു. കേരളത്തിലും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. തീർച്ചയായും നമുക്കിത് പറയാനുള്ള സാധ്യതയുണ്ട്, പറയാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മൾ ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന, അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകുന്നേരത്തെ വാർത്തയിലേക്ക് വരിക, കോഴിക്കോട് വെച്ച് ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ചു കൊണ്ടുവന്ന് 4 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തിരിക്കുകയാണ്. ആ പെൺകുട്ടി ഗുരുതരാവസ്ഥയിലാണ്, ആശുപത്രിയിലാണ്. 2 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവൾക്ക് മയക്കുമരുന്ന് നൽകിയതിനു ശേഷമാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിയെ കോഴിക്കോട് വരെ എത്തിച്ച് ഇവിടെ വെച്ച് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 2 മുസ്ലിം സമുദായാംഗങ്ങളാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് നമുക്ക് മറച്ചു വെക്കാൻ പറ്റുക? ഇത് കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എല്ലാം കണ്ടില്ലെന്ന് വെച്ച് എങ്ങനെ നിശബ്ദമായിരിക്കാൻ സാധിക്കും? ഇതാണ് പ്രസക്തമായ ചോദ്യം.